തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനിൻ്റെ മരണം നമ്മളെല്ലാവരും വളരെ ഞെട്ടലോട് കൂടിയാണ് കണ്ടത്. ഷോക്കേറ്റ് സ്കൂളിലെത്തി ആ ഷോക്കേറ്റുള്ളൊരു മരണം. എന്താണ് ആ മരണത്തിന് കാരണം? തൊട്ടടുത്ത സ്കൂളിനോട് ചേർന്നുള്ള ഒരു സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ഷോക്കേറ്റത്. ഈ സൈക്കിൾ ഷെഡ് നിർമ്മിക്കാൻ മൈനാഗപ്പള്ളി പഞ്ചായത്ത് അനുമതി നൽകിയിരുന്നു. നമ്മളോടൊപ്പം ചേരുന്നത് മൈനാഗപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകനാണ്. വർഗീസ് തരകൻ, ഈ ഒരു ഷെഡ് നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് അനുമതി നൽകി? പഞ്ചായത്തിൻ്റെ അനുമതി നൽകിയിട്ടില്ല. ഇത് താൽക്കാലിക ഷെഡാണെന്നുള്ള രീതിയിലാണ് അവർ അനുമതി വാങ്ങിക്കാതിരുന്നത്. ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട HM-നോടും മറ്റ് പ്രിയപ്പെട്ടവർ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് താൽക്കാലിക ഷെഡുകൾക്ക് അനുമതി വേണ്ട എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇതിപ്പോൾ 8 വർഷമായി. 8 വർഷം പിന്നിട്ടിരിക്കുന്നു. താൽക്കാലികമായിട്ടുള്ളൊരു 8 വർഷം. താൽക്കാലികമായ 8 വർഷം പിന്നിട്ടിരിക്കുന്നു. സത്യത്തിൽ ഇത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതായിരുന്നു. KCB ആയാലും, കാരണം ഇത് വളരെ ദയനീയമായ സ്ഥിതിയാണ്. ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതി നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം LP UP സ്കൂളുകൾക്കാണ് പൂർണ്ണ ഉത്തരവാദിത്തമുള്ളത്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്നസ് കൊടുക്കുന്നത് ആണ്, ഉദ്യോഗസ്ഥരാണ്. ഇത് നമ്മുടെ സമിതിയിലോ മറ്റു കാര്യങ്ങളോ ഇത് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. മാത്രമല്ല, ഇവിടുത്തെ പരിപാടികളൊന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൻ്റെ കമ്മിറ്റികളൊന്നും വിളിക്കാറില്ല. ഇതൊരു CPM-ൻ്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഇവിടെ ഭരണം നടത്തുന്നത്. അതിൻ്റെ ഓരോ ഉത്തരവാദിത്തപ്പെട്ട ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ UDF-ൽ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തിലാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെ പലപ്പോഴും ഇതിൻ്റെ കാര്യങ്ങൾക്ക് ക്ഷണിക്കാറില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടുത്തെ ന്യൂനതകൾ ഒരുപക്ഷെ കണ്ട് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ മരണം ഞങ്ങൾക്കേറെ ദുഃഖമാണ്. എൻ്റെ മകളും ഈ സ്കൂളിൽ പഠിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം കൂടെ വർഗീസ് തരകൻ, ഈ ഷെഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ മുകളിൽ കയറി തന്നെ നിന്നുകൊണ്ടായിരിക്കണം ആ നിർമ്മാണം നടത്തിയിട്ടുണ്ടാകുക. 40 വർഷത്തോളം പഴക്കമുണ്ട് ആ ലൈൻ അതിലെ പോകുമ്പോൾ. അതും വലിയൊരു അപകടത്തിൻ്റെ ഞാണിന്മേൽ നിന്നുകൊണ്ടുള്ളൊരു നിർമ്മാണമായിരുന്നില്ല. തീർച്ചയായിട്ടും അത് KCB ആയി ചേർന്ന് അവരുടെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുക്കത്തില്ല. ഓഫ് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ഷെഡ് നിർമ്മിക്കാൻ പറ്റത്തില്ല. കാരണം 1 മീറ്റർ പോലും ഉയരമില്ലാതെ കിടക്കുന്ന ഈ സ്ഥലത്ത് ഈ ലൈൻ, പ്രത്യേകിച്ച് 3 ഫേസ് പോകുന്ന ലൈന് ഓഫ് ചെയ്യാതെ ഒരു കാരണവശാലും അവിടെ ഇന്ന് ഇത് പണിയാൻ പറ്റത്തില്ല. അത് KCB-യുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിലെ ഫിറ്റ്നസ്സുമായ അടുത്ത ചർച്ച. ഫിറ്റ്നസ്സിൽ നമ്മൾക്കറിയാം, പഞ്ചായത്തൊക്കെ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഫിറ്റ്നസ് നൽകാൻ പറ്റും ഈ കെട്ടിടത്തിന്? പിന്നെ എങ്ങനെ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ട്? ഞാൻ AE-യുമായിട്ട് സംസാരിച്ചപ്പോൾ AE പറഞ്ഞത് ഇതിൻ്റെ കെട്ടിടത്തിന് ബേസിക്കലി അതിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഫിറ്റ്നസ് കൊടുത്തത് എന്നാണ് AE എന്നോട് സംസാരിച്ചത്. വീണ്ടും പരിശോധിക്കും. നമ്മുടെ പഞ്ചായത്ത് തന്നെ 10-17 സ്കൂളുകളുണ്ട്. തീർച്ചയായിട്ടും ഇത് എല്ലാ സ്കൂളുകളിലും ഇനി ഒന്നുകൂടെ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും അത് പരിശോധിച്ചിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കുകയും അടുത്ത നടപടിയിലേക്ക് പ്രവേശിക്കുന്നതുമാണ്. പഞ്ചായത്ത് എന്ന നിലയിൽ KCB-യുമായി സംസാരിച്ചിരുന്നു ഈ അപകടത്തിന് ശേഷം? അപകടത്തിന് ശേഷം അവർ സംസാരിച്ചു. KCB പറയുന്നത് KCB സ്കൂൾ മാനേജ്മെൻറ്റിനെ അറിയിച്ചു എന്നാണ് KCB-യിലെ AE എന്നോട് പറഞ്ഞത്. AE-യുമായിട്ട് ഞാൻ സംസാരിച്ചു. തീർച്ചയായിട്ടും ഇത്രയും ഇത് ഒരു ക്രൂഷ്യലായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കേസ് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, സാധാരണ ഇതിൽ KCB സാധാരണ നമ്മൾ സാധാരണക്കാരൻ്റെ വീട്ടിലൊരു ലൈൻ വലിക്കണമെങ്കിൽ, ഒരു കൈവേർ വലിക്കണമെങ്കിൽ പോലും അവരൊരു കാരണവശാലും അനുമതി കൊടുക്കുന്നതല്ല. ഇതൊക്കെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചതാണ്. പക്ഷേ അവർ പറയുന്നത്, അവർ പറഞ്ഞ എൻ്റെ പശ്ചാത്തലം ഒരുപക്ഷെ ഭരണസ്വാധീനമായിരിക്കാം അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും എല്ലാത്തിൻ്റെയും കാരണം ഭരണസ്വാധീനം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. 1 മീറ്റർ പോലും താഴ്ചയില്ല. അതായത് ഈ വൈദ്യുതി ലൈനും ഈ ഷെഡും തമ്മിൽ താൽക്കാലികമായി നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഈ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. 8 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെയും പൊളിച്ചു നീക്കാനോ അല്ലെങ്കിൽ ഇത് ഒരു നടപടിയും എടുത്തില്ല. ഇപ്പോൾ പൊലിഞ്ഞത് ഒരു 13 വയസ്സുകാരൻ്റെ ജീവൻ. ആരാണ് ഉത്തരവാദി എന്നുള്ളത് വീണ്ടും നമുക്ക് ചോദ്യം ചിഹ്നമായി മാത്രം നിൽക്കുന്നു. ആർക്കെതിരെയായിരിക്കും നടപടി ഉണ്ടാകുക? വീഡിയോ ജേർണലിസ്റ്റ് സബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.